നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇന്ന് രാവിലെ ഒരു ടാക്സി വിളിക്കാൻ നോക്കിയോ? ഒലയും ഊബറും ഒക്കെ നോക്കുമ്പോൾ റേറ്റ് കണ്ട് കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. നമ്മുടെ നിരത്തുകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഭാരത് ടാക്സി എത്തിക്കഴിഞ്ഞു. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ വെച്ച് ഭാരത് ടാക്സി ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഒലയും ഊബറും റാപ്പിഡോയും ഒക്കെ അടക്കി വാഴുന്ന ഈ ടാക്സി വിപണിയിലേക്ക് സർക്കാർ പിന്തുണയുള്ള ഒരു ആപ്പ് വരുന്നത് എന്തുകൊണ്ടും വലിയൊരു കാര്യമാണ്. ഒരു ടാക്സി ആപ്പ് എന്നതിലുപരി ഇതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. ഡ്രൈവർമാർ തന്നെ ഉടമകളാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടാക്സി സർവീസാണിത്. എന്താണ് ഈ ഭാരത് ടാക്സിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ടത് ഇതിലെ ചാർജാണ്. നിലവിലെ ടാക്സി ആപ്പുകളേക്കാൾ ഏകദേശം 30% വരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് യാത്ര ചെയ്യാം. ഇതിന് പ്രധാന കാരണം ഭാരത് ടാക്സി നടപ്പിലാക്കുന്ന സീറോ കമ്മീഷൻ മോഡലാണ്. സാധാരണ ടാക്സി ആപ്പുകൾ ഓരോ ട്രിപ്പിലും ഡ്രൈവറുടെ വരുമാനത്തിൽ നിന്ന് 20 മുതൽ 30% വരെ കമ്മീഷനായി എടുക്കാറുണ്ട്. എന്നാൽ ഭാരത് ടാക്സിയിൽ ഡ്രൈവർമാർക്ക് അങ്ങനെ ഒരു കമ്മീഷൻ നൽകേണ്ടതില്ല. പകരം പ്രതിദിനം വെറും 30 രൂപ മാത്രം ആപ്പ് ഫീസായി നൽകിയാൽ മതി. ഇതിലൂടെ ലഭിക്കുന്ന ലാഭം നേരിട്ട് യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കായി ലഭിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം സർജ് പ്രൈസിംഗ് ഇല്ല എന്നതാണ്. മഴ പെയ്യുമ്പോഴോ തിരക്കുള്ള സമയത്തോ ടാക്സി ചാർജ് കുത്തനെ കൂടുന്ന രീതി ഇനിയുണ്ടാവില്ല. എല്ലാവർക്കും എപ്പോഴും ഒരേ നിരക്ക് എന്ന രീതിയാണ് ഭാരത് ടാക്സി മുന്നോട്ട് വയ്ക്കുന്നത്. ഡ്രൈവർമാരെ സാരഥി എന്നാണ് ഇതിൽ വിളിക്കുന്നത്. ഓരോ സാരഥിയും ഈ സഹകരണ സംഘത്തിലെ ഒരു ഉടമയാണ്. ഇവർക്ക് 5 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസും സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. ടാക്സികൾക്ക് പുറമെ ഓട്ടോറിക്ഷകളും ബൈക്ക് ടാക്സികളും ഈ ആപ്പിലൂടെ നമുക്ക് വിളിക്കാം. സുരക്ഷയുടെ കാര്യത്തിലും ഭാരത് ടാക്സി വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഡൽഹി പോലീസുമായി ചേർന്ന് 35 പ്രത്യേക ബൂത്തുകൾ ഇപ്പോൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആപ്പിൽ ഒരു എമർജൻസി SOS ബട്ടൺ നൽകിയിട്ടുണ്ട്. പൈലറ്റ് അടിസ്ഥാനത്തിൽ ഡൽഹിയിലും ഗുജറാത്തിലും തുടങ്ങിയ ഈ സർവീസ് വരും മാസങ്ങളിൽ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തും. ഡ്രൈവർമാർക്ക് തങ്ങളുടെ കാറിൽ പരസ്യം വെച്ച് അധിക വരുമാനം നേടാനുള്ള അവസരവും ഇതിലുണ്ട്. ടാക്സി വിപണിയിലെ കുത്തക കമ്പനികൾക്ക് ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാകും. ഇത് വെറുമൊരു ബിസിനസ് മാത്രമല്ല, ഡ്രൈവർമാരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു വലിയ നീക്കം കൂടിയാണ്. സാരഥി ഹി മാലിക്, അതായത് ഡ്രൈവർ തന്നെയാണ് ഉടമ എന്ന സന്ദേശമാണ് ഇതിലൂടെ സർക്കാർ നൽകുന്നത്. 3 ലക്ഷത്തിലധികം ഡ്രൈവർമാർ ഇപ്പോൾ തന്നെ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞു. സാധാരണക്കാർക്ക് കീശ ചോരാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാലം ഭാരത് ടാക്സിയിലൂടെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പുതിയ ആപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി ET മലയാളം ഫോളോ ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ടാക്സി സർവീസുകൾ ഉപയോഗിക്കുമ്പോൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുക. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് വിദഗ്ധരുമായി ചർച്ച ചെയ്യുക.